അധ്യക്ഷൻ പ്രൊഫസർ സോമനാഥൻ സാർ, ഇന്നത്തെ വിശിഷ്ടാതിഥിയും ഉദ്ഘാടകനുമായ ശ്രീ ആദികേശൻ സാർ, എൻ്റെ സഹപ്രഭാഷകൻ ഡോക്ടർ മിഥുൻ, ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും എല്ലാവർക്കും സാദരം നമസ്കാരം. പ്രശ്നങ്ങൾ ഉണ്ട്, നമുക്കെല്ലാവരും പറയാം. ഈ പ്രശ്നങ്ങൾക്ക് മുന്നേ നമുക്ക് എവിടെയാണ് വി സ്കോർ, നമ്മൾ എവിടെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ആദ്യം നോക്കാം. ഒരുവിധം എല്ലാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സസും എടുത്താൽ ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തേക്കാൾ മുന്നിൽ നമ്മൾ തന്നെയാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യം. എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആയിക്കോട്ടെ, ഡെത്ത് റേറ്റ് ആയിക്കോട്ടെ, ഡിസീസ് റേറ്റ് ആയിക്കോട്ടെ, എന്തെടുത്താലും ഓൾ ദി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സസ് കേരളത്തിലുള്ള ജനത മുന്നിൽ തന്നെയാണുള്ളത്. അതിൽ യാതൊരു സംശയം ആർക്കും വേണ്ട. അതിനെ നമുക്ക് ഫാക്ട്സ് കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല. ഇന്ന് അതിലേക്ക് ഞാൻ വീണ്ടും വരാം. ഇന്നെന്ന് പറയാനുള്ള കാരണമുണ്ട്. പക്ഷേ ഒരു പ്ലസ് കൂടി നമുക്കുള്ളത്, ഏറ്റവും ആദ്യമായിട്ട് കാണുന്നത് ഞാനൊരു പ്ലസ് നമുക്കുള്ളത്, മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ, മറ്റ് വലിയ പല സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടാക്സ് റവന്യൂ, സാർ പറഞ്ഞല്ലോ, ടാക്സ് റവന്യൂ നമ്മുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 54% ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇല്ല. വളരെ വലിയ സംസ്ഥാനങ്ങൾക്ക് പോലും 50 തൊട്ടെത്തി നിൽക്കുന്നില്ല. സെൻട്രൽ ട്രാൻസ്ഫേഴ്സും ഗ്രാൻസും ഒക്കെയാണ് അവരുടെ സസ്റ്റൻസ്. അവർ പിടിച്ചു നിൽക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന സബ്സിഡീസും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ട്രാൻസ്ഫേഴ്സും കൊണ്ടാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഇന്ന് നിൽക്കുന്നത് 54% നമ്മൾ ഒരു സ്വയം പര്യാപ്തത നമ്മൾ നേടിയിട്ടുണ്ട്. നമ്മളെ ഓൺ സ്റ്റേറ്റിൽ നിന്നുള്ള ടാക്സ് റവന്യൂ കൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അത് രണ്ടാമത്തെ പ്ലസ്. അത് രണ്ടും അവിടെ നിൽക്കട്ടെ. പ്ലസ്സിലേക്ക് വീണ്ടും ഞാൻ തിരിച്ചു വരും അവസാനം. എന്തുകൊണ്ടാണ് അത് ഇന്ന് പ്ലസ് ആയിട്ടുള്ളത്, നാളെ അത് പ്ലസ് ആയിട്ട് നിൽക്കുമെന്നുള്ളത് നമുക്ക് അവസാനം അനലൈസ് ചെയ്യാം. സാറ് പറഞ്ഞു, സാർ ഈ ഫിഗേഴ്സൊക്കെ ഏകദേശം ഇവിടെ സാർ സോമനാഥൻ സാറും അജിത് സാറും പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥിതിയിലുള്ളതെന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട്. സ്റ്റേറ്റ് കടം, പൊതുകടം 37% ഓഫ് ഗ്രോസ് സ്റ്റേറ്റ് പ്രോഡക്റ്റ്. അതും സാറ് പറഞ്ഞു അത് വലിയ ഒരു അത് മാത്രം എടുക്കുമ്പോൾ ഒരു വിഷയമല്ല. പക്ഷേ മറ്റു കാര്യങ്ങൾ കൂടി വരുമ്പോൾ അത് വിഷയം മാറുക. അത് അതിൻ്റെ ഫസ്റ്റ് ഘടകം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. അതായത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഇന്ന് 21-20 ഇതിൽ ഞാൻ ആക്ച്വലി 2 ഡോക്യുമെൻ്റാണ് ഞാൻ ഇന്നത്തെ ഡിസ്കഷന് വേണ്ടിയിട്ട് ആസ്പദമാക്കിയിട്ടുള്ളത്. ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജൂൺ 2022 റിലീസ് ചെയ്ത ഫിസിക്കൽ സിറ്റുവേഷൻ ഓഫ് സ്റ്റേറ്റ്സ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു പേപ്പറും, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് റിലീസ് ചെയ്തിട്ടുള്ള കേരള എക്കണോമി റിവ്യൂ 2021-22 എന്നുള്ള പേപ്പറുമാണ് ഞാൻ ഇതിൽ ആസ്പദമാക്കിയിട്ടുള്ളത്. അതിനുള്ള ഫിഗേഴ്സാണ് ഇതെല്ലാം. അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, നമ്മുടെ പലിശ, അതായത് സ്റ്റേറ്റിൻ്റെ കടത്തിന് മുകളിലുള്ള പലിശ 18% ഓഫ് അവർ ടോട്ടൽ റവന്യൂ. അതായത് 100 രൂപ നമ്മൾ സമ്പാദിച്ചാൽ 18 രൂപ നമ്മൾ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മളെ പേഴ്സണലായിട്ട് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 100 രൂപയാണ് എൻ്റെ ശമ്പളം ഇന്ന്, അതിൽ 18 രൂപ ഞാനിന്ന് പലിശ കൊടുക്കണം. എങ്ങനെ കാര്യങ്ങൾ നടന്നു പോകുന്നുള്ളത് നമുക്ക് പേഴ്സണലായിട്ടൊന്ന് ആലോചിച്ചാൽ അന്ന് മനസ്സിലാവും. അതായത് ഇത് താഴോട്ടേക്കല്ല പോകുന്നത്, ഈ പ്രൊപ്പോർഷൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ്, ഫിസിക്കൽ ഡെഫിസിറ്റിനെ പറ്റി പറഞ്ഞു. അതും സ്റ്റാൻഡ് അലോൺ ബേസിസിൽ ഇതൊന്നും വിഷയങ്ങളല്ല. ഒരു ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് 4.2% ആണ് 2022 ഉള്ളതായിട്ട് കേരള ഗവൺമെൻറ് തന്നെ പറയുന്നത്. 4.2% എന്ന് പറഞ്ഞാൽ അപ്പോൾ 4.2%ൻ്റെ ഫണ്ട് നമ്മൾ പുറമേ നിന്ന് കാണണം. നമ്മളടുത്തില്ല, എവിടുന്നുമില്ല, ഇൻക്ലൂഡിങ് സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് ഇല്ല. ഇത് പുറമേ നിന്ന് കണ്ടേ പറ്റൂ. അത് നമ്മളെ ഡെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ കടത്തിലേക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഒരു ശമ്പളക്കാരനാണ് നിൽക്കുക, നമുക്ക് 100 രൂപ ചിലവുണ്ട്, പക്ഷെ എല്ലാ മാസവും നമുക്ക് 96 രൂപയെ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? 4 രൂപ കടമെടുത്തേ പറ്റൂ. 100 രൂപ ചിലവ് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ കടമെടുത്തേ പറ്റൂ. അപ്പോൾ ഈ 4 രൂപ കടത്തിലേക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ആസ് എ പെർസെൻറ്റേജ് ഇസ് നോട്ട് എ പ്രോബ്ലം, ബട്ട് ഹൗ വി ഫൈനാൻസ് ദാറ്റ് ഇസ് ദ പ്രോബ്ലം, റൈറ്റ്? ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ എൻറ്റയർ
കൺട്രിയിൽ നമ്മളെ ഭാരതത്തിലുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ GDP ഗ്രോത്ത് റേറ്റ് ഏറ്റവും കുറവ് നമ്മളെ സംസ്ഥാനത്തിലാണ്. അതായത് 10 കൊല്ലം ആവറേജ് എടുത്താൽ 4% നമുക്ക് ഗ്രോത്ത്. വേറാസ് നമ്മൾ ഒരു നാഷണൽ ലെവലിൽ നമ്മളിന്ന് 8% ഗ്രോത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഡബിൾ ദി ഗ്രോത്ത് ഓഫ് അവർ സ്റ്റേറ്റ് ഇസ് വാട്ട് ദി country is aiming at, and we are trying to achieve also. We are able to achieve last year 8.3%, but we are at 4%. ഇതിൽ ചില സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ഒക്കെ ഉണ്ടായിരിക്കും, നമുക്ക് പോണില്ല. പക്ഷേ ഇത് 4% വളർന്നാൽ മതിയോ? ശരാശരി ഒരു ശമ്പളക്കാരൻ്റെ ശമ്പളം വർഷത്തിൽ 7.5% 8% ഗ്രോത്ത് ഉണ്ട് ഇല്ലേ? നോർമൽ ഇൻക്രിമെന്റ് ദാറ്റ് യു ഗിവ് ടു യുവർ എംപ്ലോയി is at least 8 to 10%. But we are not able to grow beyond 4%. And ഒരു കൊല്ലം കൊണ്ടല്ല, കഴിഞ്ഞ പല കൊല്ലങ്ങളായി. അപ്പോൾ നമ്മൾ ഏറ്റവും കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മളെ പോപ്പുലേഷൻ ഗ്രോത്ത് ഹാസ് ബീൻ വൺ ഓഫ് ദി മോസ്റ്റ് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള കേരളത്തിലാണ്. 80-ൽ 254 ലക്ഷം, 2020 349 ലക്ഷം ആയിട്ടേ ഉള്ളത്. Growth rate of the population has been well under control in Kerala. In spite of it, we have not been able to cope. അതിലാണ് കാര്യം. ഞാൻ ഒരു സെലക്റ്റഡ് ഒരു 4-5 സെക്ടറിലുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. അതിന് നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ടാണ് ഈ സ്ഥിതിയിൽ നിന്നുള്ളത്. അഗ്രികൾച്ചറൽ ക്രോപ്ഡ് ഏരിയ ഇൻ 1980 2885 ദശലക്ഷം ഹെക്ടറാണ്. ഇന്ന് 2589 ആണത്. 300,000 hectares are outside the agriculture today. പോയി, അഗ്രികൾച്ചർ ഇല്ല. ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സെക്ടറാണ് അഗ്രികൾച്ചർ. അവിടെ നമ്മൾ നെഗറ്റീവ് ഗ്രോത്താണ് കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ 30-40 കൊല്ലം കൊണ്ട്. അഗ്രികൾച്ചറേ ഇല്ലാണ്ടായ സ്ഥിതിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. റൈറ്റ്. ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറയാം. കേരളത്തിൽ എത്ര മഴയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടോട്ടൽ ക്രോപ്ഡ് ഏരിയൻ്റെ 20% മാത്രമാണ് ഇറിഗേറ്റഡ് ഇവിടെ. ഇത് കേരള ഗവൺമെന്റ് കണക്കാട്ടോ, ഞാൻ വേറെ ഇവിടെ നിർത്തല്ല. കേരള ഗവൺമെന്റിന്റെ റിവ്യൂ ഓഫ് ദി എക്കണോമി 21-22 പറയുന്ന കണക്കുകളതൊക്കെ 2021-22 20% ഓഫ് ദി ടോട്ടൽ അഗ്രികൾച്ചർ ഏരിയ ഇസ് ഓൺലി ഇറിഗേറ്റഡ്. ബീഹാറിൽ പോലും ഇതിൽ കൂടുതലുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു? വാട്ട് ഡിഡ് യു ഡു വിത്ത് ഓൾ ദ വാട്ടർ ദാറ്റ് fell on us last 30 years എന്നുള്ള ചോദ്യം. റൈറ്റ്. എഡ്യൂക്കേഷൻ, നമ്മൾ എഡ്യൂക്കേഷനെ പറ്റി എപ്പോഴും പറയാറുണ്ട്. നല്ല കേരളത്തിലുള്ള എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡും എഡ്യൂക്കേഷണൽ പ്രോഗ്രസ് ദാറ്റ് യു മേഡ്. ദിസ് ആക്ച്വലി ഷോക്ക് മീ, ദിസ് സ്റ്റാറ്റിസ്റ്റിക്സ്. 1980 കേരളത്തിൽ 9437 പ്രൈമറി സ്കൂൾ. 2021 അത് 9858 പ്രൈമറി സ്കൂൾ ആയിട്ടേ ഉള്ളൂ. ആർഗ്യുമെന്റ് പറയാം, നമ്മൾ 1980 100% പ്രൈമറി എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്താണെന്ന് വേണമെങ്കിൽ ആർഗ്യുമെന്റിന് വേണ്ടി പറയാം. കം ടു ഹൈസ്കൂൾ. 80 1971 ഹൈസ്കൂൾ ഉള്ളിടത്ത് 2021 3128 ഹൈസ്കൂളേ ഉള്ളൂ. നമ്മളെ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ പ്രൊപ്പോർഷൻ കൂടി എത്തിയിട്ടില്ല. ഇതിന് നേരെ വിപരീതമായിട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളത് എന്താ വെച്ചാൽ 1980 സ്കൂൾ എൻറോൾമെന്റ്സ് 41 lakhs. ഇൻ 2021 ഗവൺമെന്റ് സേസ് ഓൺലി 24 lakhs. So 17 ലക്ഷം കുട്ടികൾ ഷോർട്ട് ഫാൾ ഇൻ സ്പൈറ്റ് ഓഫ് എ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഓഫ് അബൌട്ട് 180 lakhs. അതെങ്ങനെയാണ് സംഭവിക്കുക? I don't know whether it's wrong, but if it is very, very, very bleak. See, it could be that the students are all going to the private institutions, maybe that, but still, is it that concern for the government? Right. ഹെൽത്തിൽ നമ്മൾ പറയണ്ടല്ലോ, ഹെൽത്തിൽ നമ്മൾ ഭയങ്കര മുന്നിലാണ്. 1980 total number of available beds in the state 32,447. 2021 അത് 57,995 ആയിട്ടേ ഉള്ളൂ. Again, not in tune with the population growth. All the more 2016 ശേഷം ഒരു ബെഡ് പോലും ആഡ് ചെയ്തിട്ടില്ല നമ്മളെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ. Not one bed added in the last 6 years. അന്നും 56,000 ഇന്നും 57,000. റൈറ്റ്. പവർ ജനറേഷനിലാണ് ഭയങ്കരമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കാണാൻ പറ്റുക. 1980 5242 മില്യൺ യൂണിറ്റ്സ് ഉൽപ്പാദിക്കുമ്പോൾ നമ്മുടെ ആവശ്യം 2869 മില്യൺ യൂണിറ്റ് ഉണ്ടായിരുന്നുള്ളൂ.
യു ആർ എ പവർ സർപ്ലസ് സ്റ്റേറ്റ്. ഇന്ന് 7,053 മില്യൺ യൂണിറ്റ്സ് ഉൽപ്പാദിക്കുമ്പോൾ നമ്മളെ ആവശ്യം 22,151 മില്യൺ യൂണിറ്റ്സ് ആണ്. അതായത് നമ്മൾ ഉൽപ്പാദനേക്കാൾ 3 മടങ്ങാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ എവിടെയാണ് നമ്മളെ സ്റ്റേറ്റിന്റെ പ്രോഡക്റ്റ് പോകുന്നത് മനസ്സിലാക്കണം. സി വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ സ്റ്റേറ്റ് പ്രോഡക്റ്റ്. ഇറ്റ് ഇസ് the revenue that is generated even though you and me pay electricity charge. നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജ് ഇവിടെ നിൽക്കുന്നില്ല, അതിന്റെ വാല്യൂ എഡിഷൻ ഇവിടെ കിട്ടുന്നില്ല, അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോവാണ്, നമ്മൾ അവിടുന്ന് പറഞ്ഞു വാങ്ങേണ്ടിയിരിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എവറി ബേസിക് റിക്വയർമെന്റ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇതാണ് നമ്മൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, ലെറ്റ് ഇറ്റ് ബി ഇലക്ട്രിസിറ്റി, ലെറ്റ് ഇറ്റ് ബി ഹെൽത്ത്, ലെറ്റ് ഇറ്റ് ബി എഡ്യൂക്കേഷൻ. ഇതിലെല്ലാത്തിലും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ സമ്പാദിക്കുന്ന പണം ഈസ് ബീങ് ഡിപ്ലോയ്ഡ് ഔട്ട്സൈഡ്. ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ഹാപ്പനിങ്. സാർ പറഞ്ഞ പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ സ്റ്റാർട്ടിങ് എൻ്റെ കുറേ ക്ലയൻസ് പറയാറുണ്ട് ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിച്ചില്ല, കോയമ്പത്തൂർ തുടങ്ങാൻ വേണ്ടി. സാറുണ്ടെങ്കിലും പറയൂ, നല്ല പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ പറയും, കോയമ്പത്തൂർ തുടങ്ങാം, ബാംഗ്ലൂർ തുടങ്ങാം, കർണാടകത്തിൽ തുടങ്ങാം, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ തുടങ്ങാം, പക്ഷേ കേരളത്തിൽ തുടങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ട് തുടങ്ങാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ തുടങ്ങിയേ പറ്റൂ എന്നുള്ളതാണ് ഇതിൽ അവസാനം നമ്മൾ എത്തുന്നത്. അതിനെന്ത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ദ മെയിൻ ക്വസ്റ്റ്യൻ ഹിയർ. ഇൻഡസ്ട്രിയൽ വർക്ക് ഫോഴ്സ് 1980 the industrial workforce was 3.01 lakhs. In 2021 it is 6.98 lakhs. This is again government statistics. I am not taking it from anywhere else. Number of working factories in 1980 9,106. In 2021 24,464. പക്ഷേ ഇത് വെച്ച് നോക്കുമ്പോൾ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ജാസ്തിയാണെന്ന് തോന്നും. വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് നോക്കിയാൽ അത്രയും ഈ പറയുന്ന ഗ്രോത്ത് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിലില്ല. കാരണം എന്താ വെച്ചാൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു 2 പേര് വർക്ക് ചെയ്യുന്ന ഒരു കോട്ടേജ് ഇൻഡസ്ട്രി ആവാം, അല്ലെങ്കിൽ 2,000 പേര് വർക്ക് ചെയ്യുന്ന ഒരു മേജർ ഇൻഡസ്ട്രി ആവാം. പക്ഷേ മേജർ ഇൻഡസ്ട്രീസ് ഒന്നും നമ്മളിവിടെ കണ്ടിട്ടില്ല. പോകുന്നല്ലാണ്ട് ഇവിടെ വന്നതൊന്നും നമ്മൾ കണ്ടില്ല. റൈറ്റ്, ഓക്കെ. ട്രാൻസ്പോർട്ട്, എന്തുകൊണ്ട് ട്രാഫിക് ജാം ഉണ്ടാകുന്ന നമ്മൾ എപ്പോഴും ആലോചിക്കുമല്ലോ. 1980 the road length was 94,000 kilometers. In 2021 the road length is 2.38 lakh kilometers. Good. Population wise the growth is well. Number of vehicles in 1980 1.95 lakhs. Number of vehicles in 2021 148 lakhs. So 70 മടങ്ങ് വണ്ടികൾ കൂടിയപ്പോൾ റോഡിന്റെ ലെങ്ത് കൂടിയത് ആകെ 1.5 മടങ്ങ്, 2 മടങ്ങ്. So at basic infrastructure development there is no capital deployment happening. So how do you expect the product to improve? How do you expect the output to improve? Basic development illengil. How can a secondary or a tertiary industry or a sector thrive if there is no primary infrastructure in place? നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കില്ല, പിന്നെ എങ്ങനെ അതിൻ്റെ മുകളിൽ നമ്മൾ കെട്ടിപ്പടുത്തുന്നത്? ഫൗണ്ടേഷനേ ഇല്ല. ദാറ്റ്സ് വെയർ വി ആർ ഓൾ. This is what the worry. Okay. Now, what has happened in the last few years? ഇത് നമ്മളെ റവന്യൂ എക്സ്പെൻഡിച്ചർ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ എടുത്താൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. 90.8% ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് ഇസ് റവന്യൂ ഇൻ നേച്ചർ. അതായത് കറണ്ട് ഇയറിന്റെ എക്സ്പെൻഡിച്ചർ. അതായത് ക്യാപിറ്റൽ ഔട്ട്ലേ 9.2% ആണ്. 9.2% ആണ്. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 100 രൂപ ഉണ്ടെങ്കിൽ 9 രൂപയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. അത് 2021-22 ഫിഗറാണ്. 2020, 21, 22 എടുക്കാൻ പറ്റില്ല, കാരണം കോവിഡ് ഇയേഴ്സിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ടുണ്ട്, നമ്മൾ എടുക്കുന്നില്ല. 21-22 ആൻഡ് 22-23 റിവൈസ് എസ്റ്റിമേറ്റ് പ്രകാരമാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് 9%, 90.2% ആണ് ഉള്ളത്. ഇപ്പോൾ 9.8% ആണ് ക്യാപിറ്റലിലേക്ക് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ പോകുന്നത്. സോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ തിങ്സ് വിത്തൗട്ട് ബിൽഡിംഗ് ക്യാപിറ്റൽ യു കനോട്ട് ബിൽഡ് ഔട്ട്പുട്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. റൈറ്റ്, വിൽ കം ബാക്ക് ടു വൺ മോർ statistics which is very very worrying. Development expenditure, whether it is capital or revenue in nature, development expenditure is 51.1% of the total expenditure of the government, and it is the lowest in the country. ഇതിനേക്കാൾ താഴെ 51-ലുള്ളത് പഞ്ചാബാണ്. നമ്മൾ പറയണ്ടല്ലോ ഒരുപാട് ഡെവലപ്മെന്റ്, നമ്മൾ ഒരുപാട് വികസനങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻ ദി ടേംസ് ഓഫ് ദി പ്രൊപ്പോർഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ഓൺ ഡെവലപ്മെന്റ്
we are the 27th state out of 28 states. 28 is Punjab. So, കാരണങ്ങൾ മനസ്സിലായി. കാരണങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ട്. ആൻഡ് തിങ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാട്ട് ഹസ് ഹാപ്പൻഡ് ഇസ് നോട്ട് ദാറ്റ് വി ഡോണ്ട് ഹാവ്. ഇപ്പോൾ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ബീഹാർ, യു നോ വാട്ട് ഇസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് central transfers and grants to Bihar out of the total? 72% of their total expenditure is met by central transfers and grants. ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ. നമുക്കെല്ലാം ഉണ്ട്. We have everything. The most important what we have is our workforce. നമ്മളതിനെ കഴിഞ്ഞൊരു 40-50 കൊല്ലമായിട്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. We are exporting workforce for literally പീനട്സ്. അതായത് നമ്മൾ ഗൾഫിലേക്കൊക്കെ ആൾക്കാരെ പറഞ്ഞയക്കുന്നുണ്ട് എല്ലാവരും. പക്ഷേ നമ്മളെ അവരുടെ ഇൻ്റലിജൻസിനും അവരുടെ ഇതിനുമായിട്ടുള്ള റവന്യൂ ആണോ കിട്ടുന്നത് അവർക്ക്? നിങ്ങൾ ആലോചിച്ചാൽ മതി. തിങ് ഇസ് വെദർ ആർ ദേ ഏർണിംഗ്? ബിക്കോസ് സി, ഇഫ് യു ഹാവ് ടു ടേക്ക് സംതിങ് ഔട്ട് ഓഫ് യുവർ സ്റ്റേറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഡിപ്ലോയ് സംവെയർ എൽസ്, ഇറ്റ് ഷുഡ് ഏൺ മോർ ദെൻ വാട്ട് ഇറ്റ് ഇസ് ഏർണിംഗ് ഹിയർ. കറക്റ്റ്. ദിസ് ഇസ് നാച്ചുറൽ ലോജിക്. അപ്പോൾ എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ വേറൊരു ബിസിനസ്സിലാണ് പോയി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ബിസിനസ്സിനേക്കാൾ നല്ലത് ആ ബിസിനസ്സാണെന്നല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നതിനേക്കാൾ ബെറ്റർ കിട്ടണ്ടേ? കിട്ടുന്നുണ്ടോ? അബ്സല്യൂട്ട് ടേംസ് കിട്ടുന്നുണ്ട്. സി, തിങ് ഇസ് ദ ഗൾഫ് ബൂം റിയലി ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് എക്കണോമിക് പ്രോസ്പെറിറ്റി അമംഗ് ദി മിഡിൽ ക്ലാസ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പക്ഷേ ആസ് എ സ്റ്റേറ്റ്, where do we stand? As a community, where do we stand? Where nammal as a group of citizens of Kerala, where do we stand? Have we benefited by it? And what is the situation today? Now, I'm telling you, ഇതിന് 5 കൊല്ലം അല്ലെങ്കിൽ മാക്സിമം 10 കൊല്ലത്തിനുള്ളിൽ ഈ GCC ഏരിയയിലുള്ളൊരു 10 ലക്ഷം പേരെങ്കിലും, 10-12 ലക്ഷം പേരെങ്കിലും തിരിച്ച് കേരളത്തിലേക്ക് വരും. ബിക്കോസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഓൾമോസ്റ്റ് closed there. One, because of localization. Second, because of a lot of they are themselves are going through a lot of issues, so they don't want their capital to go out now. ഇന്ത്യ ഇപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞു പുറത്തേക്ക് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ 2-3 ബാങ്കിൽ പോയി നോക്കിയാൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ നേരത്തെ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞൊരു ബാങ്ക് ഉണ്ടായിരുന്നു ഇവിടെ, വിച്ച് ഇസ് നൗ merged with പഞ്ചാബ് നാഷണൽ ബാങ്ക്. യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് എ കൽക്കട്ട ബേസ്ഡ് ബാങ്ക്. നമ്മളൊരു കുറച്ച് കാലം അവിടെ ഒരു ഓഡിറ്റൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 100 ബംഗാൾ സംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് കാശ് അവരുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ഫോർ ദെയർ ഫാമിലീസ് യൂസ്. അപ്പം ഇവിടുന്ന് ഉണ്ടാകുന്ന പ്രോഡക്റ്റ്, ഇവിടുന്ന് ഉണ്ടാകുന്ന ഔട്ട്പുട്ട് ഫുള്ളായിട്ടും അവർ ദ എൻറ്റയർ മണി ഈസ് ഗോയിങ് ഔട്ട്. ഇറ്റ് ഈസ് നോട്ട് ബീങ് സ്പെൻഡ് ഹിയർ. അവർ വളരെ മോശമായ സ്ഥിതികളിൽ താമസിച്ച് മാക്സിമം സേവ് ചെയ്ത് ആ പൈസയൊക്കെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കുക. So what is happening is the wages which is given here ഇവിടെ ചിലവാക്കുന്നില്ല. ഇവിടെ ചിലവാക്കിയാലല്ലേ അത് മാർക്കറ്റിലെത്തും. മാർക്കറ്റിലെത്തിയാലല്ലേ അതൊരു ഔട്ട്പുട്ടായി മാറും. അതുണ്ടാവുന്നില്ല. അത് ദിനം പ്രതി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് ആൻഡ് വർക്കിംഗ് ഹിയർ ആർ ഇൻക്രീസിങ് ബൈ ദ ഡേ. രാവിലെ 2-3 ട്രെയിൻ നമ്മളൊന്ന് പോയി, ഒരു കൽക്കട്ടയിൽ നിന്ന് വരുന്ന ട്രെയിൻ ഉണ്ട്, പിന്നെ ഡെയിലി മദ്രാസിൽ നിന്ന് രാവിലെ 3 മണിക്ക് വരുന്ന ട്രെയിൻ ഉണ്ട്. ഈ 2 ട്രെയിനിലും സ്റ്റേഷനിൽ പോയി നോക്കിയാൽ മതി എന്താ സംഗതി എന്നുള്ളത്. ഞാൻ ഈ രാവിലെ 3 മണിക്ക് വരുന്ന ട്രെയിനിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇതിൽ നോക്കിയാൽ നമുക്ക് അറിയാം, കോഴിക്കോട് സ്റ്റേഷനിൽ മാത്രം ഒരു 200-250 പേരോളം ദിവസം ഇറങ്ങുന്നുണ്ട്. ഇത് സർക്കുലേഷൻ ഉള്ളവരുണ്ടാവും, പക്ഷേ ന്യൂ വരുന്നുണ്ട് ആൾക്കാർ. ഇറ്റ് മീൻസ് വാട്ട്? നമുക്കിവിടെ ജോലിയുണ്ട്, നമുക്ക് ജോലി എടുക്കണ്ട. സോ മോർ ദെൻ, എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറഞ്ഞാൽ മോർ ദെൻ ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി. അതായത് ഈ ഫിസിക്കൽ റിസോഴ്സസ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അതല്ല നമ്മളെ മൊത്തത്തിലുള്ളൊരു ചിന്താഗതിയിലുള്ളൊരു മാറ്റം. സാറ് കറക്റ്റായിട്ട് പറഞ്ഞു. ദാറ്റ് ഇസ് ലെഫ്റ്റിസ്റ്റ് ചിന്താഗതികൾ വേണം, നല്ലതുള്ളത് എടുക്കണം, പക്ഷേ ഓവറോൾ ചിന്താഗതിയിൽ നല്ലതുള്ളതും കൂടി എടുക്കണം. ദാറ്റ് ഇസ് ടു ബിൽഡ് എ ഗുഡ് നേഷൻ, ബിൽഡ് എ സ്ട്രോങ് നേഷൻ. ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതി, അതിൽ വരുന്ന നല്ല വശങ്ങൾ അതെങ്ങനെയാ? അപ്പോൾ തിങ് ഇസ് സോഷ്യലിസ്റ്റിക് ഐഡിയോളജീസ് ആർ ഓൾ ഗുഡ് വെൻ
It is not good when you give money to, നേരത്തെ ആരോ പറഞ്ഞ പോലെ, it is better to teach a person to fish, learn how to fish, than to give him fish. സോ സോഷ്യൽ എംപവർമെൻ്റ് ആണ് വേണ്ടത്. നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വി ആർ ആക്ച്വലി, ഇപ്പോൾ പ്രൊഫസർ സോമരാജൻ സാർ പറഞ്ഞു നമ്മൾ മയക്കിക്കെടുത്താണ്. മയക്കിക്കെടുത്തുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ലഹരി പദാർത്ഥങ്ങളുണ്ട്. രണ്ട്, ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ എന്തോ വലിയ കാര്യമാണെന്നുള്ള നിലയ്ക്കാണ് നമ്മളെല്ലാവരും മയങ്ങി കിടക്കുന്നത്. ഫ്രീ ആയിട്ട് കിട്ടിയാൽ പണിക്ക് പോകണ്ടല്ലോ, നാച്ചുറൽ. ഫ്രീ ആയിട്ട് കിട്ടുന്നിടത്തോളം കാലം ആരും പണിക്ക് പോയില്ല. പണിക്ക് പോയില്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഡിനോമിനേറ്റർ കൂടിയില്ലെങ്കിൽ നമ്മളെ പ്രശ്നം തീരില്ല. ഇത് ഒരു വിഷ്യസ് സൈക്കിളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ സൈക്കിൾ നമ്മൾ ബംഗാൾ ആസ് എ സ്റ്റേറ്റ് had human development indexes on top in the 70s and 80s. എടുത്തു നോക്കി അറിയാം. അവിടെയും ലിറ്ററസി നന്നായിരുന്നു, അവിടെയും ഇത് സ്കൂൾ എഡ്യൂക്കേഷൻ നന്നായിരുന്നു, എല്ലാം നന്നായിരുന്നു. ഇന്ന് അവിടുത്തെ സ്ഥിതി എന്താ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കം ബാക്ക് ടു ദിസ്. വെൻ ദി ഗവൺമെന്റിന്റെ ഇനി പണം ഇല്ലാന്നാവുമ്പോൾ ഈ ഇൻഡെക്സസ് സസ്റ്റൈനബിൾ അല്ലാണ്ടാവും. അതിന്റെ എല്ലാ ലക്ഷണവും നമ്മൾ കണ്ടു തുടങ്ങി. അതായത് ഗവൺമെന്റ് ഹെൽത്ത് ബെഡ്സ് ആർ നോട്ട് ഇൻക്രീസ്ഡ് ഫ്രം 2016. 6 കൊല്ലം കൊണ്ട് ഗവൺമെന്റിൽ ഒരു ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടില്ല. മീൻസ് വാട്ട്? ഗവൺമെന്റിൽ പണമില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ. സോ നമ്മൾ ഹെൽത്തിൽ ഫോർഫ്രണ്ടിലാണ് നിൽക്കുന്നതെന്നുള്ള എത്ര കാലം പിടിച്ച് നിൽക്കാൻ പറ്റും? സൂൺ വി വിൽ ലൂസ് ദാറ്റ് സ്പേസ്. സിമിലർലി ഫോർ സ്കൂൾസ്, ഹൗ ലോങ് ക്യാൻ യു ഹോൾഡ് ഓൺ വിത്തൗട്ട് മണി ഇൻ ദി പോക്കറ്റ് ഓഫ് ദി ഗവൺമെന്റ്? ഈ ഒരു ഡെവലപ്മെന്റ് ഇൻഡെക്സും നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഷോർട്ട് ടേമിൽ പറ്റും, കടമെടുത്തിട്ടോ എല്ലാം പറ്റും. പക്ഷേ ഇൻ ദ ലോങ് ടേം വിൽ സ്ലോലി സ്റ്റാർട്ട് സ്ലൈഡിങ് ഡൗൺ. സോ ഇന്ന് നമ്മൾ മുന്നിലാണ് നിൽക്കുന്നതും കൂടി നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. ഇപ്പോൾ ഇഫ് യു ഡോണ്ട് കറക്റ്റ് യുവർ സെൽഫ്. സോ കറക്ഷൻ, വാട്ട് ഇസ് ദ കറക്ഷൻ പ്രോസസ്? സോ ഞാൻ കണ്ടിട്ട് കറക്ഷൻ പ്രോസസ്, ഫസ്റ്റ് ദി മെന്റൽ സ്റ്റേറ്റ്. ദർ ഇസ് നോ വൺ സൊല്യൂഷൻ ഇല്ല. അവിടെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ നിൽക്കുന്നു. നെപ്പോട്ടിസം ആസ് എ റൂൾ നോ റാദർ ദാൻ എക്സെപ്ഷൻ. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ ഈ പ്രൈമറി ലെവലിലുള്ള എംപ്ലോയ്മെൻറ്റിന് ഇൻ്റർവ്യൂ ഒഴിവാക്കിയാൽ സോ മച്ച് ഓഫ് ട്രാൻസ്പെറൻസി ദർ. ബട്ട് അങ്ങനെയൊന്നും ഉണ്ട്. PSC's സിറ്റുവേഷൻ, അങ്ങനെയുള്ളൊരു സംവിധാനമാണ് PSC എന്ന് പറയുന്നത്. പക്ഷേ PSC എന്ന് പറയുന്ന സംവിധാനത്തിന് അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ PSC is exactly like what sir said, because there is no interview there for the lower levels. റാങ്ക് ലിസ്റ്റ് വരും. റാങ്ക് ലിസ്റ്റിൽ if you are qualified in റാങ്ക് ലിസ്റ്റ്, you are employed. പക്ഷേ അതല്ല ഉണ്ടാവുന്നത്. ആ റാങ്ക് ലിസ്റ്റ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് അൺമൂവ്ഡ്. എല്ലാ കൊല്ലവും റാങ്ക് ലിസ്റ്റിലേക്ക് ആളിങ്ങനെ കൂടി പോവാണ്. പക്ഷേ ആരെ എടുക്കുന്നു എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ അത് കാര്യമില്ല. സോ വാട്ട് ഇസ് ഭരിക്കുന്ന ഗവൺമെൻറ് ഒരു ലോങ് ടേം, ഒരു 10 years or 15 years പെർസ്പെക്റ്റീവ് വെച്ചിട്ട് ഒരു പോളിസി ആദ്യം കൊണ്ടുവരണം. 15 years ഈ ഇൻഡെക്സസ് ഒക്കെ പറയണത് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യണം, അത് മാത്രം എടുത്താൽ മതി. തിങ്സ് ഇന്ന് വി ആർ ഓൾ പ്രൗഡ് ദാറ്റ് വി ആർ വൺ ഓഫ് ദി ബെസ്റ്റ് ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ആസ് ഫാർ ആസ് ഹ്യൂമൻ കണ്ടീഷൻസ് ആർ കൺസേൺ. അത് മാത്രമായിരുന്നാൽ മതി നമ്മളെ പ്രചോദനം എന്നാണ് ഞാൻ പറയുന്നത്. തിങ്സ് ഇഫ് യു വാണ്ട് ടു കോൾ യുവർ സെൽഫ് ദ ബെസ്റ്റ് 15 years from now, what should I do today? ഇതിൽ രാഷ്ട്രീയമില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് കേരളം മുന്നിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. ഓൾ ദീസ് ഇൻഡസ്ട്രീസ് വി ആർ അഹെഡ് ലാസ്റ്റ് 20 years. So to remain so in the next 20 years, what should we do? That's a question. Without politics, without anything, we can ask that question and find answers for it. Right? Okay. Now, committed expenditure. സാറ് പറഞ്ഞല്ലോ 70% ഇൻട്രസ്റ്റ്, പെൻഷൻ ആൻഡ് സാലറി. ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ കുറച്ചേ പറ്റൂ. കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ വേർ ദർ ഇസ് സ്കോപ്പ് ഫോർ, ലൈക്ക് ഫോർ എക്സാമ്പിൾ തമിഴ്നാടിൻ്റെ എക്സാമ്പിൾ സാർ പറഞ്ഞു. തമിഴ്നാടിൻ്റെ GDP growth is 7.3% over last 10 years. But ours is 4%. But Tamil Nadu has got committed expenditure. They are not going to reduce it. They need not reduce it because their denominator is growing at 7% and their committed expenditure only growing at 6%. So അവർക്ക് ആ പേടിയില്ല. നമ്മളെ committed expenditure growing at 8%, whereas our denominator is growing only at 4%. So committed expenditure എന്തെങ്കിലും ഒരു ഇത് കൊണ്ടുവന്നേ പറ്റൂ. സീനിയേഴ്സ് ഇതിൽ ഒരുപാട്
sensitive matters, like for example pension, it's a very sensitive matter. You cannot make a across the board solution. അത് എല്ലാവരെയും പെൻഷൻ ഇത്രയും റെസ്ട്രിക്ട് ചെയ്യാം എന്നുള്ളൊരു അങ്ങനെ സൊല്യൂഷൻ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. കൊണ്ടുവരുന്നത് ശരിയാണോ എന്നുള്ളത് അതിൻ്റെ മൊറാലിറ്റിയും കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കണം. സോ പക്ഷേ എംപ്ലോയ്മെൻറ്റ് ഫ്രീസ് ക്യാൻ ഹാപ്പൻ. ബിക്കോസ് ഏതൊരു എംപ്ലോയറും, ഗവൺമെൻറ് ആയിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ, പബ്ലിക് സെക്ടർ ആയിക്കോട്ടെ, ഏതൊരു എംപ്ലോയറും ഒരു ജോലിക്ക് എത്ര ആൾ വേണം എന്നുള്ളൊരു സ്റ്റഡി എന്തായാലും നടത്തിയേ പറ്റും. ഇതിലാണ് നമ്മളെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനത്തിൽ നമ്മൾ എത്ര ആൾ വേണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇതിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വൺ തിങ് ഇസ് ടു സെൻഡ് ദം ഹോം, ബട്ട് അത് നടക്കില്ല. സോ അറ്റ്ലീസ്റ്റ് വെൻ വി ഗ്രോ വി സ്റ്റോപ്പ് ബ്രിങ്ങിങ് ഇൻ ന്യൂ പീപ്പിൾ. ഇത് നടക്കൂ, ഇത് ചെയ്തേ പറ്റൂ. ഗവൺമെൻറ് ആളെ പിരിച്ചു വിടണമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇനി വരുന്ന ആൾക്കാർ അതിന് ഏറ്റവും ബെസ്റ്റ് ടൂള് ഓട്ടോമൈസേഷനാണ്. ഇന്ന് ദ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി ഈസ് they are accepting automation as a part of human life. There's no doubt about that. ഇത് 20 മുന്നേ പറഞ്ഞാൽ ചിലപ്പോൾ തല്ലുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഓട്ടോമേഷൻ, സർവീസ് ഡെലിവറി ത്രൂ ഡിജിറ്റൽ മെത്തേഡ്സ് all are accepted. Even the government of Kerala takes credit that they are one of the first to start the service delivery through digital means. അത് സംശയമൊന്നുമില്ല. പക്ഷേ അതിലേക്ക് വേണം നമ്മൾ ഊന്നാൻ. ഡിജിറ്റൽ മീൻസിൽ അങ്ങനെ സർവീസ് ഡെലിവറി ചെയ്യാം. How to avoid the interaction of you people who are not required there. See, thing is that many services of the government, many services in the government of governments need not have human intervention at all today. ഇന്ന് കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പല വില്ലേജ് ഓഫീസ് സർവീസസും ഇന്ന് വിത്തൗട്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷനാണ് നടക്കുന്നത്. നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ടെസ്റ്റ് ബി ടേക്കൺ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് നോ ദർ വേ. ബിക്കോസ് ഗവൺമെൻറ് ആസ് എൻ എംപ്ലോയർ is highly overemployed. There's no doubt about that. അതിലൊരു സംശയം ആർക്കും വേണ്ട. ഇറ്റ്സ് ഹൈലി ഓവർഎംപ്ലോയ്ഡ്. എന്താ പ്രശ്നം വെച്ചാൽ ഇതിൽ ചില സെക്ടറിൽ എംപ്ലോയേഴ്സ് കുറവും ചില സെക്ടേഴ്സിൽ എംപ്ലോയേഴ്സ് കൂടുതലാണ്. സോ ഗവൺമെൻറ് ഹാസ് ടു ഡു എ മിക്സ് ആൻഡ് മാച്ച്. അവിടുന്ന് ഒരാളെടുത്ത് കൊണ്ട് തള്ളിന് വേണം, വേറെ നിർത്തുമില്ല. ചില ക്രിട്ടിക്കൽ ഏരിയാസിൽ ആൾക്കാരില്ല, ചില നോൺ ക്രിട്ടിക്കൽ ഏരിയാസിൽ ഒരുപാട് ആൾക്കാർ ജോലിയില്ലാണ്ടിരിക്കുക. ഇത് ഒരു സ്റ്റഡി നടത്തി ചെയ്യുന്ന വേണം. ആൻഡ് ഓഫ് കോഴ്സ് ഫ്യൂച്ചർ employment, how it is to be done, that one thing as well. Tax revenue increase. ഏറ്റവും ഒരു വാട്ട് യു കോൾ ഇറ്റ് ഇമ്മോറൽ ആയിട്ടുള്ള കാര്യം തന്നെ പറയാം, സത്യം പറഞ്ഞാൽ, ഇസ് ദാറ്റ് മെജോറിറ്റി ഓഫ് അവർ ടാക്സ് റവന്യൂ ഇസ് ഫ്രം അൺഡിസൈറബിൾ ടാക്സസ്. വാട്ട് ആർ അൺഡിസൈറബിൾ ടാക്സസ്? ടാക്സസ് വിച്ച് ആർ ആക്ച്വലി ഹാംഫുൾ ടു ദ ഹ്യൂമൻ ബീങ്. ടാക്സസ് ഓൺ പ്രോഡക്ട്സ് വിച്ച് ആർ ഹാംഫുൾ ടു ദ ഹ്യൂമൻ ബീങ്. അതായത് നമ്മൾ ടാക്സ് റവന്യൂ കൂടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കുറേ കൂടി മദ്യം കുടിച്ചു എന്നാണ് ഇന്നത്തെ സ്ഥിതിയിൽ. നമ്മൾ കുറേ കൂടി ലോട്ടറി വാങ്ങി. ദിസ് ആർ ഓൾ, ഐ മീൻ, ജസ്റ്റ് ലൈക്ക് ലിക്കർ ഓർ എനി അതർ കൺട്രോൾ സബ്സ്റ്റൻസ് ഈസ് അഡിക്റ്റിംഗ്. ലോട്ടറി ഐ ക്യാൻ സീ ഇസ് ഇറ്റ് മോർ അഡിക്റ്റിംഗ് ദാൻ ഓൾ ദിസ്. ഇതിനേക്കാളൊക്കെ വളരെയധികം ലഹരി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ് ലോട്ടറി. ഞാൻ ഇന്നലെ ട്രെയിനിൽ വരുമ്പോൾ ഒരു ലോട്ടറി കേസ് കൊടുക്കാൻ വന്നു. അയാളും ഇതിനുവേണ്ടി ഇതിനെ തന്നെ വരുന്നത്. പക്ഷേ 16 കോടി ബമ്പർ, ക്രിസ്മസ് ബമ്പർ. എത്രയോ വില ലോട്ടറിക്ക്? 400 രൂപ. ഇമാജിൻ പേഴ്സൺ. ഈ 4-5 ബമ്പർ ഉണ്ട് കൊല്ലത്തിൽ. ഈ 4-5 ബമ്പറിൽ 1-2 ടിക്കറ്റ് ഈ സാധാരണക്കാരൻ വാങ്ങിയാൽ അതിൻ്റെ സ്ഥിതി എന്താ ആലോചിച്ചു നമ്മൾ? ഹൗ ഹി ഗെറ്റ്സ് അഡിക്റ്റഡ് ടു ഇറ്റ്. അതുകൂടാണ്ട് ഒരുപാട് ലോട്ടറികളുണ്ട് കേട്ടോ. ഈ ബമ്പർ എന്ന് പറയുന്നതാണ് ഈ 4-5 കൊല്ലത്തിൽ. പക്ഷേ ഇൻ എ ഇയർ ഐ തിങ്ക് അബൌട്ട് 300 or 400 lotteries are being taken out in the state alone. This is a very undesirable tax. More so the tax on liquor. Everybody is bothered about the tax on petroleum products. നമ്മളിത് കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത് കുറയ്ക്കാൻ പാടില്ല. എന്തിനാ കുറയ്ക്കണം? സ്റ്റേറ്റ് കുറയ്ക്കാൻ പാടില്ല. കാരണം ആവശ്യക്കാരനല്ലേ അടിക്കണം, ദൂരത്തിനല്ലല്ലോ അടിക്കുന്നത്. ദൂരത്തിന് അടിക്കുകയാണെങ്കിൽ അടിക്കണ്ട. ഞായറാഴ്ച വൈകുന്നേരം ട്രിപ്പ് പോകാനാണെങ്കിൽ അടിക്കണ്ട. ആവശ്യക്കാരൻ അടിച്ചോട്ടെ. ഇഫ് ഐ ക്യാൻ അഫോർഡ് 105 rupees of petrol, which means my economic activity is sustaining that 105 rupees expenditure. അത് നമ്മൾ മനസ്സിലാക്കണം. അതല്ല എനിക്ക് ദൂരത്തടിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് കുറച്ച് തരണം എന്ന് പറയുന്ന അർത്ഥമില്ല.
എനിക്ക് ട്രിപ്പ് പോകണം, ഞാൻ ഇവിടുന്ന് മുന്നാറിലേക്ക് ഞാൻ ഞായറാഴ്ച ട്രിപ്പ് പോവുകയാണ്, എനിക്ക് പെട്രോൾ അടിക്കാൻ പറ്റില്ല, അത് കാര്യമില്ല. ഇഫ് യു വാണ്ട് ടു യൂസ് ദ റിസോഴ്സ് യു ഷുഡ് പേ ഫോർ ഇറ്റ്. പക്ഷെ അതേപോലെയല്ല മദ്യത്തിനുള്ള ടാക്സ്. അതും ആവശ്യക്കാരൻ തന്നെയാണ് കുടിക്കുന്നത്, അത് വേറെ കാര്യം. അത് പറയുമ്പോൾ ആവശ്യക്കാരൻ തന്നെ അതും കുടിക്കുന്നത്. പക്ഷേ അതിൻ്റെ സോഷ്യൽ ഈവിൾസ് എന്താ സംഭവിക്കണം എന്നുള്ളതാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ ദ ഗവൺമെൻറ് ഇസ് ഗെറ്റിംഗ് ദ മണി ഫ്രം ദി യൂസർ ഓഫ് ദീസ് സബ്സ്റ്റൻസസ്? വാട്ട് ഇസ് എഫൻച്വലി ഹാപ്പനിങ് ഇസ്, ഇഫ് യു സീ, ഇത് സാധാരണ ഗതിയിൽ ഒരു സിനിമയിൽ നിങ്ങൾ ചിത്രീകരിച്ചാൽ എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ, ഒരു പാവപ്പെട്ടവൻ സമ്പാദിച്ച അന്നത്തെ ദിവസക്കൂലി എടുത്ത് വരുന്ന വഴിക്ക് ഒരാൾ കത്തി കാണിച്ച് അയാളുടെ അടുത്ത് നിന്ന് അയാളുടെ പകുതിയോ മുക്കാലോ സമ്പാദ്യം പിടിച്ച് വാങ്ങുന്നതിന് ഈക്വലൻ്റാണിത്, ഒരു സംശയവും വേണ്ട. അതിൻ്റെ ടാക്സ് ഭാഗമാണെങ്കിൽ ശരി, അതിൻ്റെ മദ്യത്തിൻ്റെ വിലയുടെ ഭാഗമാണെങ്കിൽ ശരി, എന്തായാലും ശരി. ദാറ്റ് കത്തി ഇസ് symbolized by the addiction that he has, which is again grown by the government itself, and it's being grown again and again. So ഈ അൺഡിസൈറബിൾ ടാക്സ് എന്ന് നമ്മൾ, അതായത് സോഷ്യൽ ഫ്രണ്ട് അൺഡിസൈറബിൾ ടാക്സ് ഡിസൈറബിൾ ടാക്സിലേക്ക് മാറണം. ഈ ഡിസൈറബിൾ ടാക്സിലേക്ക് മാറണമെങ്കിൽ നമ്മൾ പ്ലസ് പോയിന്റ് ആയിട്ടുള്ള 4-5 സെക്ടേഴ്സിൽ നമ്മൾ വി ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ്. ടൂറിസം, യു നോ ഹൗ മച്ച് ടൂറിസം എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അറിയാം നമ്മളെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലേക്ക്? 10%, 10%. Kerala, God's own country. It is in one of the top 10 destinations of the World Tourism Organizations. But we are earning 10% of our total gross state product from tourism. So unimaginable. See, ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു ടൂറിസം എനിക്ക് കുറേ വരുമാനം എന്ന് വിചാരിച്ചു. നമ്മൾ ഇതിനകത്തേക്ക് പോകുമ്പോഴാണല്ലോ മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ. 10% നമുക്ക് കിട്ടുന്നത് ടൂറിസത്തിൽ നിന്ന്. റൈറ്റ്, ഓക്കെ. ദെൻ IT, information technology. Our children are doing very well. They are all doing very well outside Kerala. That is the problem. Because you have driven them out from here. അവരൊക്കെ പേടിപ്പിച്ച് ഇവിടുന്ന് പറഞ്ഞു, പഠിപ്പിക്കാൻ ആദ്യം പറഞ്ഞു, പിന്നെ ഇങ്ങോട്ട് വരാണ്ടാക്കി. ഇന്നത്തെ സിറ്റുവേഷനിൽ ഇപ്പം എൻ്റെ മോനോ മോളോ രണ്ടാളും ദേ ആർ ക്വാളിഫൈഡ് ഇൻ IT ഫീൽഡ്. ഇന്ന് വന്ന് കേരളത്തിൽ എന്തെങ്കിലും ചെയ്യണോ എന്നാൽ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. കേരളത്തിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇത് എൻ്റെ മാത്രമല്ല, ഐ എം ഷുവർ മെനി ഓഫ് അവർ ചിൽഡ്രൻ പീപ്പിൾ ആർ സിറ്റിംഗ് ഹിയർ ഹാവ് ദ സെയിം തിങ്കിങ്. വൈ? ബിക്കോസ് ദേ ഫീൽ ദാറ്റ് ഇവിടെ ഒരു എൻവറോൺമെൻ്റ് ഇല്ല, ഇവിടെ ഒരു പറ്റിയൊരു സാഹചര്യങ്ങളില്ല. പറഞ്ഞ പോലെ അതായത് ഇഫ് ഐ ഗിവ് എംപ്ലോയ്മെന്റ് ടു 2 people, ഐ എം എ ക്യാപിറ്റലിസ്റ്റ്. ആ 2 പേര് രക്ഷപ്പെട്ടു പോകണമെന്നല്ല നോക്കണത്, ഞാൻ എങ്ങനെയാണ് അവരെ ചൂഷണം ചെയ്യാൻ പോകണമെന്നാണ് നോക്കണത്. റൈറ്റ്, ഓക്കെ. ബാക്ക് ഓഫീസ് പ്രോസസ്സിംഗ്. ഇഫ് യു റിമെമ്പർ 1985s, 80s, 90s മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ കേരളം ഒരുപാട് അടിച്ചു കയറിയതാണ് മുന്നിൽ. ദർ ആർ സോ മെനി യൂണിറ്റ്സ് ഇൻ കൊച്ചി ആൻഡ് ട്രിവാൻഡ്രം. ഇത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നത്. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ബേസിക്കലി ബാക്ക് ഓഫീസ് പ്രോസസ്. ഇതിന് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. അതേസമയം ഇത് വളരെയധികം നല്ല എഡ്യൂക്കേറ്റഡ്, അതായത് ഒരു ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ബാക്ക് ഓഫീസ് ചെയ്യുന്നത്. ഈ ബാക്ക് ഓഫീസിലേക്ക് നമുക്ക് വി ക്യാൻ ഷെഡ്യൂൾ അവർ റിസോഴ്സസ്. അഗെയിൻ അഗ്രോ പ്രോസസ്സിങ്. ബിഗ്ഗസ്റ്റ് തിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇസ് നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഒക്കെ ഇന്ന് വി ആർ വേസ്റ്റിംഗ്. വി ആർ ഐദർ നോട്ട് പ്രൊഡ്യൂസിങ്, നമ്മൾ പ്രൊഡ്യൂസേ ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ വേസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ അടക്ക ഇന്ന് കേരളത്തിൽ കാര്യമായിട്ടുള്ള കച്ചവടം ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഇഫ് യു ടേക്ക് ദി കൺട്രി ഈസ് ടുഡേ ഇമ്പോർട്ടിങ് ബീറ്റൽ നട്ട്സ്. ഈ അടക്ക ഇന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദിസ് ഇസ് അവൈലബിൾ ഇൻ പ്ലെൻറ്റി ഇൻ കേരള, ബട്ട് നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. ആരും ഈ അടക്ക കൃഷിയിലേക്ക് ആരും കാര്യമായിട്ടുള്ള തെങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ തെങ്ങിൻ്റെ ടോട്ടൽ ഏരിയ അണ്ടർ കൾട്ടിവേഷൻ ഹസ് റെഡ്യൂസ് ബൈ 25% ഫ്രം ലാസ്റ്റ് 20 years. ഇന്ന് പാളയത്തിൽ നിങ്ങൾ പോയി വാങ്ങിക്കുന്ന നാളികേരം കേരളത്തിലെ നാളികേരമല്ല. 50% ചാൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് ഫ്രം പൊള്ളാച്ചി. അനദർ 20% ചാൻസ് ഇസ് ദാറ്റ് ഇസ് ഫ്രം ചിത്തൂർ, കർണാടക. ഞാൻ വെറുതെ പറയില്ല, വെറുതെ പോയി നോക്കിക്കോളൂ, വെറുതെ ചോദിച്ചു മനസ്സിലായിക്കോളൂ. സീരിയസ്ലി, ദ റീറ്റെയിൽ സെയിൽ കോക്കനട്ട്സ് കേരളത്തിൽ വരുന്നത് ഓൾമോസ്റ്റ് 50 to 60% തമിഴ്നാട് നിന്നും കർണാടകത്തിൽ നിന്നാണ്. ഇവിടെ നിന്നുള്ള പുറത്തേക്ക് കുറച്ച് പോകുന്നുണ്ട്, പക്ഷേ റീറ്റെയിൽ മാർക്കറ്റിലുള്ള കോക്കനട്ട്സ് ഇതാണ് സ്ഥിതി.
ഓക്കെ റൈറ്റ്. സോ ഈ രണ്ട് കാര്യം വേറെ നമുക്ക് മാറി ചിന്തിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. വി ആർ ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ഗ്രാൻഡ്സ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് പരിപാടി നമ്മളിവിടെ ഉപയോഗിക്കുന്നതിനാ അറിയോ? റോഡിൻ്റെ സൈഡിലുള്ള പുല്ല് എത്താൻ. ഇത് ആർക്ക് കാര്യമുള്ളൂ? അവർക്ക് കിട്ടുന്നുണ്ട്, യെസ് ദാറ്റ് ഇസ് കറക്റ്റ്. പക്ഷേ ഈ പുല്ല് എത്തുന്നതിന് പകരം ഈ തൊഴിലുറപ്പ് പരിപാടി ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഒന്ന് ചാനലൈസ് ചെയ്താലോ? നമ്മൾ പച്ചക്കറി കൃഷിയിലേക്ക് ഒന്ന് ചാനലൈസ് ചെയ്താലോ? വേറെ ഒരു കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ ഒരു കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ഹിയർ ഐ സീരിയസ്ലി ഡിസഗ്രി വിത്ത് Adhisan sir about the land reforms. I firmly believe that the land reforms are one single thing which defeated or literally murdered agriculture in Kerala. So വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് പച്ചക്കറി കൃഷി ചെയ്യാം കേരളത്തിൽ. അതിലേക്ക് നമ്മളെ തൊഴിലുറപ്പ് പരിപാടിയിൽ വരുന്ന റവന്യൂ ചാനലൈസ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, വാട്ട് വിൽ ഹാപ്പൻ? സി രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ ചെത്തിക്കളയുടെ പുല്ല് കളയാൻ തന്നെ സാധ്യല്ല. നമ്മൾ ശരിയാ നമ്മൾ ഇത് അവിടേക്ക് ഐ തിങ്ക് തെലങ്കാന സ്റ്റേറ്റ് ഹാസ് സക്സസ്ഫുള്ളി ഡൺ ദിസ്. അവരുടെ തൊഴിലുറപ്പിലുള്ള ഈ റോസ്ഗാർ യോജനയിലുള്ള 90% of the receipts that they received from the central government, they have put into horticulture and vegetable cultivation. They have shown a model in this. You can follow that model. It's very easy. It's not, see, thing is, തൊഴിൽ വേണ്ടവർക്ക് തൊഴിൽ എവിടെ കിട്ടിയാലും മതി. അവർക്ക് അതിൻ്റെ വേജസ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നമ്മൾ 100 രൂപ ചിലവഴിച്ച് 500 റുപ്യേൻ്റെ സാധനം ഉൽപ്പാദിക്കാൻ പറ്റിയാൽ അത് നമ്മളെ ഡിനോമിനേറ്റർ, അതായത് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനെ ആഡ് ചെയ്യല്ലേ? അവിടെ അങ്ങനെ നമ്മൾ മാറി ചിന്തിച്ച് പറ്റൂ. സിമിലർലി സോ മെനി ഗ്രാൻഡ്സ്, സോ മെനി പ്രോജക്ട്സ് സെൻട്രൽ ഗവൺമെൻറ് തരുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്ന പോലുമില്ല. പലതും ലാപ്സായി പോകുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിന് നഷ്ടമൊന്നുമില്ല. തിങ് ഇസ്, സെൻട്രൽ ഗവൺമെൻറ് സേസ് ഓക്കെ 3000 കോടി രൂപ ഈ ഇന്ന പ്രോജക്റ്റ് കേരള സ്റ്റേറ്റിന് തരുന്നു ഈ ബഡ്ജറ്റിൽ. ഇറ്റ് ഈസ് അപ് ടു ദി കേരള ഗവൺമെൻറ് ടു അവർക്ക് ഒരു പ്രോജക്റ്റ് കൊടുക്കുക, അതിനുള്ള കാര്യങ്ങൾ ശരിയാക്കുക, അതെങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യണമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക, അതിന് ബഡ്ജറ്റ് അലൊക്കേഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുക, അത് വാങ്ങിക്കുക. ഇതൊന്നും അതാത് കൊല്ലങ്ങളിൽ ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ഡിപ്ലോയ്മെന്റ് ഇസ് മീസ്ലി 9.2%. ഈ സെൻട്രൽ ഗവൺമെന്റ് വരുന്ന ഫണ്ട്സ് മുഴുവൻ ക്യാപിറ്റൽ ഡിപ്ലോയ്മെന്റ് ആണ്. അത് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നില്ല എന്നാണ് സത്യം. അത് ശരിക്കും ഉപയോഗിച്ചാൽ തന്നെ നമ്മളെ ക്യാപിറ്റൽ ഔട്ട്പുട്ട്, ഐ മീൻ ദി ബേസ്, ദി ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർഡ് ഫോർ അവർ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വിൽ ഇംപ്രൂവ് സബ്സ്റ്റാൻഷ്യലി. നമ്മളെ പബ്ലിക് എൻ്റർപ്രൈസസ് പറയാത്ത നല്ലതെന്ന് പറയും. ദ ലെസർ ദി സെറ്റ് അബൌട്ട് അവർ പബ്ലിക് എൻ്റർപ്രൈസസ് ദി ബെറ്റർ. പക്ഷെ അങ്ങനെയല്ല. There are very many public enterprises which are doing extremely good work. ഞാനൊരു പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ ഓഡിറ്റിന് പോകാനിടയായി. കേരള ഇലക്ട്രോ സെറാമിക്സ്, നേരത്തെ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കണം, ഈ റെസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. ഇന്നവർ റെസിസ്റ്റേഴ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇന്നവർ ചെയ്യണം എന്താ അറിയും? ദേ ആർ മേക്കിംഗ് ട്രാൻസ്പോണ്ടേഴ്സ് ആൻഡ് ടോമോഗ്രാഫീസ് ഫോർ ദി ഇന്ത്യൻ നേവി. ഐ വാസ് ആക്ച്വലി സ്റ്റണ്ട്. കേരളത്തിൽ നിന്ന് ഇത്രയും ചെറിയൊരു കെൽട്രോണിൻ്റെ ഒരു സബ്സിഡറി കമ്പനി ഈസ് മേക്കിംഗ് ഹൈ എൻഡ് ഡിഫൻസ് പ്രോഡക്റ്റ് ഫോർ അവർ ഇന്ത്യൻ നേവി. നാഷണൽ ഓഷ്യനോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ദേ ആർ ഡൂയിങ് ഇറ്റ്. പക്ഷെ അവരെപ്പോഴും നഷ്ടത്തില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് രജിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന എംപ്ലോയീസ് ഒക്കെ ഇരിക്കുന്നുണ്ട് അവിടെ തന്നെ. അവർക്ക് ഇത് അറിയില്ല, ഈ പണി അറിയില്ല. പക്ഷെ ഈ പണി അറിയുന്ന ആൾക്കാർ വയ്ക്കും വേണം, അവരോട്ട് പറഞ്ഞേക്കാനും പറ്റില്ല. സ്ഥിതി അതുകൊണ്ട് നഷ്ടത്തിലാണ്. സോ ഒരു സീരിയസ് റീവാമ്പ്. There are so many products like this which are we are doing it in a very good way and the nation is also benefiting out of it. But we are not benefiting out of it because we are not properly planning it. അതാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ സോ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൽ എൻ്റെ അഭിപ്രായത്തിൽ there should be a one-time capitalization of all the good viable public sector enterprises, make them profitable in the short term, medium term, and then disinvest in the long term. ഇത് ഒരു പ്ലാൻ ആയിട്ട് എടുത്താൽ യു ക്യാൻ മേക്ക് all two things will happen. One, the product of the state will improve. Second, the government will also get money after 15 years when you disinvest in them. Right.
പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ഇന്ന് അഗെയിൻ ഇതൊക്കെ ട്രഡീഷണൽ ലെഫ്റ്റിസ്റ്റ് ചിന്താഗതിക്കെതിരാണ്. പ്രൈവറ്റും പബ്ലിക്കും ഒരിക്കലും ചേരാൻ പാടില്ല. 5 more minutes. പബ്ലിക്കും പ്രൈവറ്റും ഒരിക്കലും ചേരാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വേർ യു നീഡ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിനെ ആശ്രയിച്ചേ പറ്റൂ. പബ്ലിക് സെക്ടറിൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കാശില്ല. ദീസ് ആർ ഓൾ റിയാലിറ്റീസ് ഓഫ് മോഡേൺ എക്കണോമിക്സ്. യു കനോട്ട് പോസിബിളി എത്ര നമ്മൾ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയോ അല്ലെങ്കിൽ ലെഫ്റ്റ് ചിന്താഗതിയോ ആണെങ്കിലും ഇതിൽ രാഷ്ട്രീയമേ കലർക്കേണ്ട കാര്യമില്ല, ഇതിൽ ചിന്താഗതിയെ കലർക്കേണ്ട കാര്യമില്ല. ഇതിൽ കോമൺ സെൻസ് ഇത് മാത്രം ആലോചിച്ചാൽ മതി. ക്യാപിറ്റൽ ഒരാളത്തിരിക്കുന്നു, റിസോഴ്സസ് വേറെ ഒരാളത്തിരിക്കണം. എന്ത് ചെയ്യേണ്ടത്? യു ഷുഡ് മേക്ക് മാരേജ് ഷുഡ് ഹാപ്പൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റിസോഴ്സസ് ആൻഡ് ദെൻ യു ഹാവ് പ്രൊഡക്ഷൻ. ഇത് മാർക്സും പറഞ്ഞിട്ടുള്ള, അതുകൊണ്ട് അത് തെറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലും ഇത് തെറ്റല്ല, മാർക്സ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. He has also said that the resources of production and resources of capital should be coming together and make better production. See, അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ only thing is ഇത് രണ്ടും ഒരാളുടെ കയ്യിലല്ല എന്നുള്ളതാണ്. Private sector has got the capital. So today government of Kerala makes an advertisement saying that Cochin International Airport Limited is a success. It's a success, no doubt about it. It's a resounding success. It is a model of private investment in airports in the country. Pioneer, no doubt. One of the first airports to have private investment in the country. അത് സക്സസ് ആണ് നമുക്ക് അത്രയും ഗർവോട് പറയാമെങ്കിൽ മറ്റെല്ലാം പ്രോജക്റ്റിന് നമുക്ക് ഗർവോട് പറയാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാത്തത്? That is the way the door is open so wide. ബട്ട് നമ്മളത് കാണുന്നില്ല, ഇരുട്ടുകൊണ്ട്. അതാണ് ഉണ്ടാവുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനുള്ള അതേ മോഡൽ വേറൊരു പദ്ധതിക്കായിക്കൂടെ? എന്തുകൊണ്ടായിക്കൂടാ? പ്രൈവറ്റ് ക്യാപിറ്റൽ നിങ്ങൾ പകുതി എടുത്തോ? കണ്ണൂർ സെയിം തിങ്. ഇത് പ്രശ്നം എന്താ വെച്ചാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പ്രൈവറ്റ് ആവാം, കണ്ണൂർ ഇന്റർനാഷണൽ പ്രൈവറ്റ് എയർപോർട്ട് ആവാം, തിരുവനന്തപുരം മാത്രം പ്രൈവറ്റ് ആവാൻ പാടില്ല. ലോജിക്കില്ല. സോ തിങ് ഇസ് ദാറ്റ് ഇല്ലോജിക്കൽ തിങ്കിങ് ഇസ് ലീഡിങ് അസ് ടു ഡാർക്ക്നെസ്. ദാറ്റ് ഷുഡ് ചേഞ്ച് ഫസ്റ്റ്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, തിങ് ഇസ് നമ്മൾ ആസ് വിചാരകേന്ദ്രത്തിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്നുള്ള നിലയ്ക്ക് സാറ് പറഞ്ഞ പോലെ അറിയിക്കണം. നമ്മൾ തിങ് ഇസ് വിചാരകേന്ദ്രത്തിൽ നിന്നാണ് വരുന്നതെന്നുള്ള ഈ ആശയങ്ങൾ വരുന്നതെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തള്ളി പോകാൻ സാധ്യതയുണ്ട് ഇനീഷ്യലി, സംശയം വേണ്ട ഇനീഷ്യലി. പക്ഷേ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരാൾ നേരെ ചിന്തിക്കുന്ന ആൾ ഉണ്ടാവാണ്ടിരിക്കില്ല. മൈ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ സെൻസ് തിങ്കിങ് ഇസ് നോട്ട് ലോസ്റ്റ്. സംബഡി വിൽ തിങ്ക് വിത്ത് സെൻസ്. Somebody will say this is a good idea. He will say it is my idea. That is okay. As far as I am concerned, it's okay. Why? Because the state will benefit, the nation will benefit. Let it be anybody's idea. ആരുടെ ഐഡിയ വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അതിന് പൊതു നന്മ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പം ഐഡിയാസ് ഡോണ്ട് ഹാവ് പേറ്റൻസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിപ്പോൾ ആശയങ്ങൾ ഇങ്ങനെ കുറേ പറയാം, പക്ഷെ അതിനൊന്നും പേറ്റൻസ് ഇല്ല. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് നാളെ വേറെ ആൾ പറയാം, പറയുന്നത് തെറ്റൊന്നുമില്ല. നല്ലതാണെങ്കിൽ എല്ലാവർക്കും എടുക്കാം. ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് തിങ് അബൌട്ട് നോളജ് ആൻഡ് ഐഡിയാസ്, ദാറ്റ് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ എവരിബഡി. ഇറ്റ് ഈസ് നോ മൊണോപ്പൊളി ഓവർ നോളജ്, ഇറ്റ് ഈസ് നോ മൊണോപ്പൊളി ഓവർ ഐഡിയാസ്. സോ ഈ ഐഡിയാസ് എവിടുന്ന് വരുന്നു എന്ന് കാണാതെ, ഐഡിയാസ് വരുന്ന സ്രോതസ്സിനെ കാണാതെ, സ്രോതസ്സിൻ്റെ മനുഷ്യനെ കാണാതെ, സ്രോതസ്സിൻ്റെ ആശയത്തെ മാത്രം കണ്ട് നടപ്പാക്കിയാൽ മതി. പല കാര്യങ്ങളും നമ്മുടെ സ്റ്റേറ്റിൽ ഒരുപാട് നന്നായിട്ട് നടക്കും. അത് നടക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യങ്ങളാണ്. പക്ഷേ ഐ എം ഷുവർ, ഇപ്പോൾ നമ്മൾ വിചാരകേന്ദ്രം തന്നെ കാര്യം പറയാം, നമ്മൾ എങ്ങനെയാ ചിലപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ ഒരു 5 കല്ലെറിഞ്ഞാൽ ഒരു മാങ്ങയിലും വീഴും. 500 കല്ലെറിയാം, 1000 കല്ലെറിയാം, എറിഞ്ഞു നോക്കാം, മാങ്ങ വീഴും. സോ ദാറ്റ് ഷുഡ് ബി ആർ അപ്രോച്ച്. തിങ് ഇസ് ദാറ്റ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ഇന്നലെ നല്ലൊരു ഡിസ്കഷൻ ഉണ്ടായി. ചോദ്യം വന്നത്, നമ്മൾ ഭരണം വന്നാൽ നമ്മളെങ്ങനെ നടപ്പാക്കുന്ന? ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ വെരി ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. ഈ നമ്മുടെ ഭരണം എന്നല്ല, നമ്മുടെ ഭരണം തന്നെ ആയിരിക്കണം എല്ലാ ഭരണങ്ങളും. ദാറ്റ് ഇസ് വാട്ട് യു ഷുഡ് തിങ്ക്. ദാറ്റ് വി ആർ സി തിങ് ഇസ് വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, വെദർ വി വോട്ടഡ് ഓർ നോട്ട്, ദ ഗവൺമെന്റ് ദർ ഇസ് അവർ ഗവൺമെന്റ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. How to lead that government to where the beyond politics, where the nation wants it to be, where the state's population wants it to be. That should be our aim. As Vichar Kendra,
നമ്മൾ അതിൽ മുന്നിൽ നിൽക്കണമെന്ന് ഞാൻ പറയാം. We should give that input, keep on giving inputs. You should keep on interacting with similar bodies which are in good books of the government. There's so many bodies which are in the good books of the government. Although they may do good work, they may not be doing good work, but they are in the good books of the government. We should keep interacting with them. We should ഈ ആശയവിനിമയം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ നല്ലതെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. ഹരിജാനേന്ദ്രം ജില്ലാ സമിതിയോട് എൻ്റെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. ടൈം ഇസ് അപ്പ്. താങ്ക് യു വെരി മച്ച് ഫോർ പേഷ്യൻസ്. താങ്ക് യു.